നമസ്കാരം. സമ്പത്ത് നിലനിൽക്കാനായിട്ട് ചെറിയ ചെറിയ ടിപ്സുകൾ, സമ്പത്ത് ഭവനത്തിൽ നിലനിൽക്കാനായിട്ട് ഗൃഹനാഥനും ഗൃഹനാഥയും എപ്പോഴും മഹാലക്ഷ്മി പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. രാവിലെയും വൈകുന്നേരവും വീടും പരിസരവും അടിച്ച് വൃത്തിയാക്കുക, മഹാലക്ഷ്മി പൂജയോ മഹാലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഏതെങ്കിലും കർമ്മങ്ങൾ വീട്ടിൽ തന്നെ അനുഷ്ഠിക്കുക. പിന്നെ അതുപോലെ തന്നെ പരിസരം വൃത്തിയാക്കി വിളക്ക് കൊളുത്തി വയ്ക്കുക, പതിവായിട്ട് മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക, അതുപോലെ തന്നെ കുബേര മന്ത്രങ്ങൾ ജപിക്കുക, അതുപോലെ തന്നെ കനകധാരാ സ്തോത്രം നിത്യവും ജപിക്കാം. വൃത്തിയും വെടുപ്പുമുള്ളിടത്തെ മഹാലക്ഷ്മി ഭജിക്കുകയുള്ളൂ. മഹാലക്ഷ്മി നമ്മളുടെ കുടുംബത്തിൽ വസിക്കണമെങ്കിൽ അവിടെ വൃത്തിയും വെടുപ്പും ഉണ്ടാവണം. കലഹങ്ങളും വഴക്കുകളും ഒഴിവാക്കുക. വാസ്തു അനുസരിച്ച് വീട് പണിത് അത് വാസ്തു അനുസരിച്ച് സൂക്ഷിച്ച് വൃത്തിയാക്കി വയ്ക്കുക. വേണ്ട രീതിയിൽ വീടിനെ ചുറ്റുപാടുകളും പരിപാലിച്ചില്ലെങ്കിൽ ഗുണാനുഭവങ്ങൾ അനുഭവയോഗ്യമല്ല. അതുകൊണ്ട് നല്ല രീതിയിൽ സമ്പത്ത് നിലനിൽക്കണമെങ്കിൽ നമ്മൾ വീടും പരിസരവും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പരിരക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. മഹാലക്ഷ്മിയെ വേണ്ട വിധത്തിൽ പരിപാലിക്കുക. ഗൃഹനാഥനായാലും ഗൃഹനാഥി രണ്ടുപേരും ഒരുമിച്ചാണ് പരിപാലിക്കുന്നതെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ സമ്പത്ത് നിലനിൽക്കുന്നതാണ്.